ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു മാസ്റ്റർ സ്വിച്ച് ഉണ്ട്. അതാണ് റിപ്പോ റേറ്റ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വാർത്തയൊക്കെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഈ റിപ്പോ റേറ്റ്, അല്ലേ? റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ് കൂട്ടി, കുറച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളിൽ പലരും ഓക്കെ എന്തോ സംഭവമെന്ന് വിചാരിച്ച് അങ്ങ് വിടും. പക്ഷേ സത്യത്തിൽ എന്താണിത്? ഇത് നിങ്ങളുടെയൊക്കെ ജീവിതത്തെ എങ്ങനെയാണ് നേരിട്ട് ബാധിക്കുന്നത്? നമുക്കതൊന്ന് സിമ്പിളായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ബാങ്ക്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, മറ്റ് ബാങ്കുകൾക്ക്, ഇപ്പോൾ SBI, HDFC പോലുള്ള ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുമല്ലോ. ആ കൊടുക്കുന്ന പണത്തിന് ഈടാക്കുന്ന പലിശയാണ് ഈ റീപ്പോ റേറ്റ്. ഇത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നാം, അല്ലേ? പക്ഷേ ഈ ഒരൊറ്റ പലിശ നിരക്കിന് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ മൊത്തത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കും. അതെ, നിങ്ങൾ കേട്ടത് കറക്റ്റാണ്. നിങ്ങളെടുക്കുന്ന ഹോം ലോണിന്റെയും കാർ ലോണിന്റെയും EMI, എന്തിനേറെ പറയുന്നു, നമ്മൾ കടയിൽ പോയി വാങ്ങുന്ന സാധനങ്ങളുടെ വിലയെ വരെ ഈ ഒരൊറ്റ റേറ്റ് സ്വാധീനിക്കും. തീർന്നില്ല, നിങ്ങളുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന് കിട്ടുന്ന പലിശ, പിന്നെ നമ്മുടെ നാട്ടിലെ തൊഴിലവസരങ്ങൾ, ഇതിനെയെല്ലാം ഇത് ബാധിക്കും. അപ്പം മനസ്സിലായില്ലേ ഇതിന്റെ പ്രാധാന്യം? അപ്പോ സ്വാഭാവികമായും ഒരു സംശയം വരും, എന്തുകൊണ്ടാണിതിനെ റിപ്പോ എന്ന് വിളിക്കുന്നത്? ഈ റിപ്പോ എന്ന് പറയുന്നത് റീപർച്ചേസ് എഗ്രിമെന്റ് എന്നതിന്റെ ഒരു ഷോർട്ട് ഫോമാണ്. അപ്പോൾ ഇതൊരു വെറും പലിശ നിരക്ക് മാത്രമല്ല, അതിന്റെ പിന്നിൽ ഒരു ഇടപാട് കൂടിയുണ്ട്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വിചാരിക്കുക, ഒരു ബാങ്കിന് പെട്ടെന്ന് കുറച്ച് പണം വേണം. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ കയ്യിലുള്ള ഗവൺമെന്റ് ബോണ്ട് പോലെയുള്ള ഈടുകൾ റിസർവ് ബാങ്കിന് കൊടുക്കും. അപ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് കാശ് കൊടുക്കും. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷനുണ്ട്. കുറച്ചു കഴിഞ്ഞ് ഈ കൊടുത്ത ബോണ്ടുകൾ ബാങ്ക് തിരികെ വാങ്ങണം. വാങ്ങുമ്പോൾ കൊടുത്തതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന വില കൊടുക്കണം. ആ വ്യത്യാസമില്ലേ, അതാണ് പലിശ. അതാണ് നമ്മുടെ റിപ്പോ റേറ്റ്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഷോർട്ട് ടേം ലോണാണ്. ശരി, അപ്പോൾ എന്തിനാണ് റിസർവ് ബാങ്ക് ഇങ്ങനെ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത്? അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ രാജ്യത്തെ പണപ്പെരുപ്പം, അതായത് വിലക്കയറ്റം, കൺട്രോൾ ചെയ്യാനും സാമ്പത്തിക വളർച്ചയെ ഒന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു മാസ്റ്റർ സ്വിച്ചാണിത്. ഇതിന്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടല്ലോ, അത് വളരെ സിമ്പിളാണ്. ഈ റീപ്പോ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിലൂടെ നമ്മുടെ മാർക്കറ്റിൽ എത്ര പണം വേണം വേണ്ട എന്നൊക്കെ റിസർവ് ബാങ്കിന് തീരുമാനിക്കാൻ പറ്റും. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ബാങ്കുകൾക്ക് ലോൺ എടുക്കുന്നത് ഈസി ആക്കണോ അതോ ടഫ് ആക്കണോ എന്ന് അവർ തീരുമാനിക്കും. ഇത് എങ്ങനെയാണ് രണ്ട് പ്രധാനപ്പെട്ട രീതിയിൽ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, റിപ്പോ റേറ്റ് കൂട്ടുന്നത്. രണ്ട്, അത് കുറയ്ക്കുന്നത്. നമുക്ക് ആദ്യത്തെ കാര്യം നോക്കാം. റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ് കൂട്ടി എന്ന് വിചാരിക്കാം. അപ്പോൾ ബാങ്കുകൾക്ക് റിസർവ് ബാങ്കിൽ നിന്ന് പണമെടുക്കാൻ കൂടുതൽ പലിശ കൊടുക്കണം. സ്വാഭാവികമായും ബാങ്കുകൾ നമുക്ക് തരുന്ന ലോണുകളുടെ, അതായത് ഹോം ലോൺ, കാർ ലോൺ, ഇതിന്റെയൊക്കെ പലിശ കൂട്ടും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ലോൺ എടുക്കുന്നത് കുറയ്ക്കും, സാധനങ്ങൾ വാങ്ങുന്നതും കുറയ്ക്കും, മാർക്കറ്റിലെ പണത്തിന്റെ ഒഴുക്ക് കുറയുമ്പോൾ വിലക്കയറ്റം നിയന്ത്രിക്കാൻ പറ്റും. ഇനി നേരെ തിരിച്ചു ചിന്തിച്ചേ, സാമ്പത്തികമായി രാജ്യം അത്ര നല്ല അവസ്ഥയിലല്ലെങ്കിൽ റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ് കുറയ്ക്കും. അപ്പോൾ ബാങ്കുകൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് പണം കിട്ടും. അവർ നമുക്ക് തരുന്ന ലോണുകളുടെ പലിശയും കുറയ്ക്കും. അപ്പോൾ നമ്മളും കമ്പനികളുമൊക്കെ കൂടുതൽ ലോൺ എടുക്കും, കൂടുതൽ പണം ചെലവാക്കും. അങ്ങനെ സാമ്പത്തിക രംഗം ഉഷാറാകും. കണ്ടില്ലേ ആ സ്വിച്ച് എങ്ങനെയാ വർക്ക് ചെയ്യണേന്ന്? ഓക്കെ, ഇതൊക്കെ സാമ്പത്തിക കാര്യങ്ങൾ കൊള്ളാം. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ട് എനിക്കെന്താ, നിങ്ങൾക്കെന്താ കാര്യം? സാധാരണക്കാരായ നമ്മളെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ഏറ്റവും ഡയറക്റ്റായിട്ട് ഇത് ബാധിക്കുന്നത് നമ്മുടെ പോക്കറ്റിലാണ്. എങ്ങനെയാണെന്നല്ലേ? നിങ്ങളുടെ ഹോം ലോൺ, കാർ ലോണൊക്കെ ഇല്ലേ, അതിൽ മിക്കതും റിപ്പോ റേറ്റുമായിട്ട് ലിങ്ക്ഡാണ്. അപ്പോൾ റിപ്പോ റേറ്റ് കൂടിയാൽ ഉറപ്പിച്ചോ, നിങ്ങളുടെ മാസ അടവ്, അതായത് EMIയും കൂടും. പക്ഷേ എല്ലാത്തിനും ഒരു മറുവശമുണ്ടല്ലോ. റിപ്പോ റേറ്റ് കൂടുമ്പോൾ ഒരു നല്ല കാര്യമുണ്ട്. ബാങ്കുകൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന്, അതായത് FDക്ക് തരുന്ന പലിശയും കൂടും. അപ്പോൾ ലോൺ എടുത്തവർക്ക് ചെറിയൊരു പണിയാണെങ്കിലും പൈസ ബാങ്കിലിട്ടവർക്ക് അതൊരു നല്ല കാര്യമാണ്. ഇത് നമ്മുടെ പേഴ്സിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല കേട്ടോ, ഇതിനൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. ഉദാഹരണത്തിന് തൊഴിൽ വിപണി. റെപ്പോ റേറ്റ് കുറഞ്ഞിരിക്കുമ്പോൾ കമ്പനികൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കിട്ടും. അപ്പോൾ അവര് പുതിയ ബിസിനസ് തുടങ്ങും, നിലവിലുള്ളത് വികസിപ്പിക്കും, കൂടുതൽ ആൾക്കാരെ ജോലിക്കെടുക്കും. ഇനി റെപ്പോ റേറ്റ് കൂട്ടുമ്പോഴോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ അത് സഹായിക്കും. അപ്പോൾ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ മുകളിലേക്ക് പോകുന്നത് ഒരു പരിധിവരെ തടയാൻ പറ്റും. അപ്പോൾ എല്ലാം കൂടിയൊന്ന് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വാചകത്തിൽ എല്ലാമുണ്ട്. നമ്മുടെ സമ്പദ്വ്യവസ്ഥയിൽ പണത്തിന് എത്ര വിലയുണ്ടെന്ന് തീരുമാനിക്കുന്ന ആ ഒരൊറ്റ
ഒരൊറ്റ മാസ്റ്റർ സ്വിച്ചാണ് റിപ്പോ റേറ്റ്. റിസർവ് ബാങ്ക് ആ സ്വിച്ചിലൊന്ന് തൊടുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക രംഗം മുഴുവൻ അതിനനുസരിച്ച് മാറും. അപ്പോ ഇനി അടുത്ത തവണ വാർത്തയില് റിപ്പോ റേറ്റ് മാറി എന്ന് കേൾക്കുമ്പോ വെറുതെ തലയാട്ടി വിടരുത്. അതിന്റെ പിന്നിലെ കളികൾ എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്കറിയാം. അപ്പൊ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ഇനിയിപ്പോ റിസർവ് ബാങ്ക് ഈ സ്വിച്ച് മാറ്റിയാൽ നിങ്ങൾ ആദ്യം എവിടെയായിരിക്കും അതിന്റെ മാറ്റം ശ്രദ്ധിക്കുക? നിങ്ങളുടെ ലോൺ സ്റ്റേറ്റ്മെന്റിലോ അതോ പുതിയ തൊഴിലവസരങ്ങളുടെ വാർത്തകളിലോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.